ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം ഈ വാഴ്ത്തപ്പെടുന്നതാകട്ടെ. ഇന്ന് നമുക്ക് എല്ലാവർക്കും കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവ് ഒരുക്കിയ വലിയ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവിന്റെ സന്നിധിയിലാണ് ഇന്ന് പൽക്കലമായിരിക്കുന്നത്. ഏതവസ്ഥയിൽ നിന്ന് പൽക്കാലം കടന്നാലും അവസ്ഥകളെ കാണുന്ന ഒരു കർത്താവുണ്ട്. മനുഷ്യർ പുറമെയുള്ളത് നോക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഹൃദയത്തിൻ്റെ ഉൾപ്പോക്കൽ ആരെന്ന് ദൈവമാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. നമ്മുടെ എല്ലാ വേദനകളെ കാണുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആ വേദനകൾക്ക് ആശ്വാസം തരുവാൻ ഒരു മനുഷ്യൻ ഒരുപക്ഷെ നമ്മുടെ വേദനകൾക്ക് ആശ്വാസം തരുവാൻ, നമ്മെ ആശ്വസിപ്പിക്കുവാൻ നമ്മുടെ അരികിൽ വന്നേക്കാം. അതിന് പരിധികളുണ്ട്. മനുഷ്യന്റെ വാക്കുകൾ നമുക്ക് തൽക്കാലം ആശ്വാസമായി തീർന്നാലും അത് കഴിയുമ്പോൾ നമുക്ക് വേദനയായി തരും. നമ്മുടെ കർത്താവ് ഒരു വാക്ക് നമ്മോട് പറഞ്ഞാൽ ആ വാക്ക് ഒരിക്കലും മാറി കടന്നു പോകത്തില്ല. ഹല്ലേലൂയ. അല്പസമയം ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ വേദ ഭാഗത്തിൽ നിന്ന് സങ്കീർത്തനം 51 സങ്കീർത്തനം 10 വാക്യം. 51 സങ്കീർത്തനം 10 വാക്യം. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം സൃഷ്ടിച്ചു, സ്ഥിരമായ ഒരു ആത്മാവിനെ പുതുക്കണമേ. നിന്റെ സാന്നിധ്യം തന്നെ തള്ളിക്കളയരുതേ, നിന്റെ രക്ഷയുടെ സന്തോഷം എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. ഈ കർത്താവിന്റെ കരങ്ങളെ നമ്മെ ഏൽപ്പിക്കാം. ഒന്നുമല്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്റെ ബുദ്ധി കൊണ്ടോ, എന്റെ ശക്തി കൊണ്ടോ, എന്റെ ബലം കൊണ്ടോ കർത്താവേ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. യവലോകിൽ ഒരു യാക്കോബ് മുട്ടുകുത്തിയത് പോലെ ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങൾ കൊടുത്താൽ ഹല്ലേലൂയ. ആരും മാത്രം വിശേഷതയുള്ളവരല്ല. ദൈവത്തെക്കാൾ സമനായിട്ടുള്ള ആരും ഭൂമിയിലില്ല. നിങ്ങളെ കാണുന്നൊരു കർത്താവുണ്ട്. നിങ്ങളുടെ ചിലരുടെ ഉള്ളമൊക്കെ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവുണ്ട്. പുറമേ ചിരിക്കും, അകത്താടിയുടെ അനുഭവങ്ങൾ തിരുവാരി കൂട്ടിയിട്ടതുപോലെ അടുത്ത നിമിഷം എന്തു ചെയ്യണമെന്നറിയാണ്ട് ഭാരപ്പെടുന്നവർ കർത്താവിന്റെ കരങ്ങൾ കൊടുക്കണം. യേശുവിൻ നാമത്തിൽ ദാവീദ് പറഞ്ഞു, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം സൃഷ്ടിച്ചു, സ്ഥിരമായ ഒരു ആത്മാവിനെ പുതുക്കണമേ. ആ നിർമ്മലമായ ഒരു ഹൃദയം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇന്ന് പൽക്കല നൽകുവാൻ കർത്താവിന്റെ കരങ്ങൾ കൊടുക്കാം. Hallelujah. Thank you, Father. Love you, Jesus. Hallelujah. പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ഞങ്ങൾ അറിയാം. വചനത്തിന്റെ വാതിൽ തുറക്കാൻ നന്ദി. കേൾവിക്കാരായ മക്കളെ, ഇന്ന് പൽക്കാല കാലിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കുക, ദൈവിക സന്തോഷം അനുഭവിച്ച് കടന്നു പോകാൻ പരിശുദ്ധാത്മാവിന് സ്തോത്രം. അങ്ങനെ ചെയ്യാൻ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഒന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. ഇവിടെ 51 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു 10 വാക്യത്തിൽ, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം സൃഷ്ടിച്ചു, സ്ഥിരമായ ഒരു ആത്മാവിനെ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ തന്നെ തള്ളിക്കളയരുതേ, നിന്റെ രക്ഷയുടെ സന്തോഷം എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. ഈ 51 സങ്കീർത്തനം ദാവീദിന് വീഴ്ച സംഭവിച്ചതിന് ശേഷം നാഥാൻ പ്രവാചകൻ വന്ന് തന്റെ തെറ്റിനെ ബോധ്യപ്പെടുത്തുമ്പോൾ, അയ്യോ, ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോയി, ഞാൻ അരിഷ്ട മനുഷ്യനായി തീർന്നു, ഇനി എനിക്ക് പാപക്ഷമ ലഭിക്കുമോ? ഹല്ലേലൂയ എന്ന് പറഞ്ഞ് താൻ പ്രാർത്ഥിക്കുന്ന, നിലവിളിക്കുന്ന, ഏൽപ്പിച്ചു കൊടുക്കുന്ന, വിടുതൽ പ്രാപിക്കുവാൻ വേണ്ടി ദൈവ സന്നിധിയിൽ മുട്ടുകുത്തുന്ന ഒരു സങ്കീർത്തനമാണ് നാം വായിച്ചു കേട്ടത്. എന്നാൽ ദാവീദിന് നിർമ്മലമായ ഒരു ഹൃദയം എങ്ങനെയാണ് ലഭിച്ചതെന്ന് നമുക്ക് നോക്കാം. 1 ശമൂവേൽ 16 അധ്യായം അതിൽ 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, 1 ശമൂവേൽ 16 അധ്യായം 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച്, ദൈവം ശമൂവേലിനെ വിളിക്കുവാനിടയായി തീർന്നു. ശമൂവേലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ രാജസന്നിധിയിൽ നിന്ന് ശൗലിനെ നീക്കിയിരിക്കുന്നു, നീ എത്രത്തോളം അവനെ കുറിച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നതാ, രാജസന്നിധിയിൽ നിന്ന് ഒരുവനെ നീക്കി കളയണമെങ്കിൽ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും തെറ്റുണ്ടാകണം. ദൈവം ഒരുവനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എല്ലായ്പ്പോഴും ദൈവം ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ വിശ്വസ്തത ആചരിക്കുന്നവനായിരിക്കണം. എന്താ? വിശ്വസ്തത ആചരിക്കുന്നവനായിരിക്കണം. വിശ്വസ്തത നമ്മിൽ ഉണ്ടെങ്കിൽ മാത്രമേ
മുന്നോട്ട് നമുക്ക് ദൈവം ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ എന്തോ അവിശ്വസ്തത ശൗലിൽ വന്നു. ശമൂലിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിച്ചുകൊണ്ടിരിക്കും, നീ ഒരു കാര്യം ചെയ്യും, ഈ ബേത്ലഹേമ്യനായ ഈശായുടെ കുടുംബത്തിൽ ഒരുവനെ എനിക്ക് അടുത്ത് രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാനുണ്ട്, അതുകൊണ്ട് നീ യാത്ര പുറപ്പെടുമെന്ന് പറയുവാനിടയായിരുന്നു. ശമൂൽ പറഞ്ഞു, അയ്യോ കർത്താവില്ല, അവരെന്നെ കൊന്നുകളയും, ഞാൻ എങ്ങനെ പോകും, എനിക്ക് കഴിയത്തില്ല, എനിക്ക് പേടിയാകുമെന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു, നീ യാത്ര പുറപ്പെടുക, ഞാൻ നിന്നോട് കൂടി ഇരിക്കും. ആരെങ്കിലും നിന്നോട് പറഞ്ഞാൽ ഹല്ലേലൂയ ഞാൻ യാഗം കഴിക്കുവാൻ പോകുന്നു എന്ന് പറയുക, നീ ഒരു പശുക്കിടാവിനെ പിടിച്ചുകൊണ്ട് യാഗത്തിന് പോകുന്നു എന്ന് പറഞ്ഞ് നീ യാത്ര പുറപ്പെടുക. ദൈവത്തിന്റെ വാക്കുകൾ അനുസരിച്ച് ശമൂവേൽ അബ്രഹാം ഒരു പശുക്കിടാവിനെ പിടിച്ചുകൊണ്ട് യാത്ര പുറപ്പെട്ടു. ഹല്ലേലൂയ. വളരെ കഷ്ടപ്പെട്ടും ഭാരപ്പെട്ടും യാഗം കഴിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ ശമൂവേൽ ഇതാ യാത്ര തിരിക്കുമ്പോൾ പട്ടണവാതിൽക്കലെത്തി. ഹല്ലേലൂയ. പട്ടണവാതിൽക്കൽ ഹല്ലേലൂയ മൂപ്പന്മാരെ കാണുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. തന്റെ യാത്രയിൽ തന്നെ കാണുമ്പോൾ മൂപ്പന്മാർ ഹല്ലേലൂയ പേടിച്ചുകൊണ്ട് നിൽക്കപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഹല്ലേലൂയ ശമൂവേലിന്റെ യാത്ര മൂപ്പന്മാരെ വിതയ്ക്കുവാനിടയായി തീർന്നു. പട്ടണവാതിൽക്കൽ ശമൂവേലിനെ കണ്ടപ്പോൾ ചോദിച്ചു, ഹല്ലേലൂയ നിന്റെ യാത്ര ശുഭമായിരുന്നു? ശമൂവേൽ പറഞ്ഞത് ശുഭമായിരുന്നു, ഞാൻ ദൈവത്തിന് യാഗം കഴിപ്പാൻ വേണ്ടി വന്നിരിക്കുന്നു, നിങ്ങളെ തന്നെ അതുകൊണ്ട് ശുദ്ധീകരിപ്പാൻ പറഞ്ഞു. ശുദ്ധീകരിച്ചിട്ട് നിങ്ങൾ യാഗത്തിന് വരണം. ബേത്ലഹേമ്യനായ ഈശായുടെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, അവരെ ഹല്ലേലൂയ ഞാൻ യാഗം കഴിക്കുവാൻ വന്നിരിക്കുന്നു. ആമേൻ. എന്നിട്ട് ഈശായെ പുത്രന്മാരെ ശമൂവേൽ തന്നെ ശുദ്ധീകരിച്ച് യാഗത്തിന് നിർത്തുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നിട്ട് ശമൂവേൽ എന്ത് ചെയ്തു? ഹല്ലേലൂയ യാഗം കഴിക്കുവാൻ വേണ്ടി ഇവരെല്ലാവരെയും വിളിച്ചു. എന്നാൽ യാഗത്തിന് ഈശായി തന്റെ പുത്രന്മാരെ ഓരോരുത്തരെയായിട്ട് ആമേൻ വിളിക്കപ്പെടുവാനിടയായി തീർന്നു. ഒന്നാമതായിട്ട് യോബാബിനെ വിളിക്കപ്പെടുവാൻ, എലിയാബിനെ വിളിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവം പറഞ്ഞ നീ യാഗത്തിന് പോകുമ്പോൾ, നീ രാജകീയ അഭിഷേകം മറ്റൊരുവനെ കൈമാറുവാൻ പോകുമ്പോൾ നീ അവന്റെ മുഖം നോക്കല്ല, നീ അവന്റെ നീളം നോക്കല്ല. ഞാൻ മനുഷ്യൻ പുറമേന്ന് നോക്കുമ്പോൾ ഞാൻ അവന്റെ ഹൃദയങ്ങളെ ആലയം നോക്കും. ആലയം നീ ചെയ്യേണ്ടുന്നത് ഞാൻ അവിടെ വെച്ച് ചെയ്യുമെന്ന് ആരോട്? ശമൂവേലിനോട് പറയപ്പെടുവാൻ ഇടയായിരുന്നു. ഏലിയാവിനെ കണ്ടിട്ട് ഹല്ലേലൂയ ശമൂവേൽ പറഞ്ഞു, ഇവനെ ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല, ഇവനെ ദൈവം തള്ളിയിരിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത് അബീനാദാബിനെ ഹല്ലേലൂയ ഈശായി കൊണ്ടു നിർത്തി. യഹോവയുടെ അഭിഷിക്തൻ ഇതാ എന്ന് ശമൂവേലിനോട് പറഞ്ഞു. ആമേൻ. ശമൂവേൽ നോക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഇവനെയും തിരഞ്ഞെടുത്തിട്ടില്ല രാജാവായിട്ട്. മൂന്നാമതായിട്ട് ശമ്മായെ ഹല്ലേലൂയ ഈശായിട്ട് ഹല്ലേലൂയ കൊണ്ട് നിർത്തുവാനിടയായി തീർന്നു. ശമൂവേൽ പിന്നെയും ശമ്മായെ നോക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഇവനെ ഞാൻ രാജാവായിട്ട് തിരഞ്ഞെടുത്തിട്ടില്ല, ഇവനെ ഞാൻ തള്ളിയിരിക്കുന്നു. അങ്ങനെ ഈശായി തന്റെ 7 പുത്രന്മാരെയും ഹല്ലേലൂയ യാഗത്തിന് കൊണ്ടു നിർത്തി രാജകീയ അഭിഷേകത്തിന് വേണ്ടി കൊണ്ടു നിർത്തപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഈ 7 പേരെയും രാജകീയ അഭിഷേകത്തിന് യോഗ്യതയില്ലാത്തവരായി കണ്ടിട്ട് ഇവരെ ഞാൻ തള്ളിയിരിക്കുന്നു. ശമൂവേൽ ഈശായിയോട് ചോദിച്ചു, ഇനി നിനക്ക് ഏതെങ്കിലും പുത്രന്മാരുണ്ടോ? യഹോവേ നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് ചോദിക്കുമ്പോൾ ഇനി ഒരുവനുണ്ട്, വനാന്തരത്തിൽ ആടുകളെ മേയ്ക്കുന്നു. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുൻപ് ഈശായി തന്റെ 8ാമത്തെ പുത്രന് ഒരു യോഗ്യതയും ഇല്ലെന്ന് പറഞ്ഞ്, ഒരു ക്വാളിഫിക്കേഷനും ഇല്ലെന്ന് പറഞ്ഞ്, മറ്റു 7 പേരെക്കാൾ അവൻ താണവനെന്ന് പറഞ്ഞ് ആടുകളെ കൊടുത്ത് വയ്ക്കുവാൻ വേണ്ടി വനാന്തരത്തിൽ അയച്ചു. മറ്റു 7 പുത്രന്മാരും വിശേഷതയുള്ളവരായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അത് ആമേൻ. ലോകത്തിന് മുന്നിൽ കടന്നു പോകുമ്പോൾ അവർക്ക് പ്രശസ്തിയുണ്ട്, സ്ഥാനങ്ങളുണ്ട്, അതിലെ സ്ഥാനമാനങ്ങളുണ്ട്. ആരും മാനിക്കപ്പെടുന്ന പുത്രന്മാരായിരുന്നു 7 പേര്. ഹല്ലേലൂയ. ശമൂവേൽ പറഞ്ഞു, ഞാൻ പന്തിയിൽ ഇരിക്കണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, അവനെ വരുത്തുക, നിന്റെ 8ാമത്തെ പുത്രനെ ദാവീദിനെ വരുത്തുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവനെ ആളയച്ച് ആമേൻ ദാവീദിനെ വരുത്തുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ദാവീദ് വരുമ്പോൾ ഹല്ലേലൂയ ദൈവം പറഞ്ഞു, ഇവനാണ് രാജകീയ അഭിഷേകത്തിന് യോഗ്യതയുള്ളവൻ. ഹല്ലേലൂയ. ശമൂവേലിനോട് പറഞ്ഞു, ഇവനെ നീ അഭിഷേകം ചെയ്യും. ശമൂവേൽ തൈല കൊമ്പെടുത്ത് അവന്റെ തലയിൽ വെച്ച് അവൻ അഭിഷേകം ചെയ്യപ്പെടുവാനിടയായി തീർന്നു.
ശ്രദ്ധിക്കും. ആടുകളുടെ ഇടയിലുള്ള മണം മാത്രം ഒരു ആട്ടുകളെ ഒരു ഇടയൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം ആ ഇടയന്റെ വസ്ത്രം ആടുകളുടെ മണമുണ്ടാകും. ഹല്ലേലൂയ. അതൊന്നും ഒരു പക്ഷേ ആ ഇടയൻ കുളിച്ചിട്ട് അതിന് നാളുകളായേക്കാം. ഹല്ലേലൂയ. അങ്ങനെ കിടന്ന ഒരുവനെ അഭിഷേകം ചെയ്യുവാൻ ശമൂവേൽ കൊണ്ടുവരുവാൻ പറഞ്ഞു. തൈല കൊമ്പെടുത്ത് അവന്റെ തലയിൽ വെച്ചു. അവനെ അഭിഷേകം ചെയ്തു. നോക്കണേ, ഈശായി തന്റെ 8ാമത്തെ പുത്രനിൽ ഒരു യോഗ്യതയെ കണ്ടില്ല. ദൈവം അവനിൽ കണ്ട യോഗ്യത, അവൻ സുനേത്രൻ, പവിഴ നിറമുള്ളവൻ, അവൻ കോമളൻ. പ്രിയമുള്ളവരെ, അതിന് മനുഷ്യൻ പുറമെ നോക്കിയല്ലേ വിധി പലതിനും എഴുതുന്നത്. മനുഷ്യന്റെ വിധികളെ മാറ്റിമറിക്കുന്ന ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നു. ആ ദൈവത്തെയാണ് ഇന്ന് വൈകാതെ നാം സ്തുതിക്കുന്നത്. ആരൊക്കെ എവിടെയൊക്കെ മാറ്റി നിർത്തിയോ, ആരൊക്കെ തള്ളിക്കളഞ്ഞോ, ആരൊക്കെ ഇനി വേണ്ടെന്ന് പറഞ്ഞോ, നിന്നെ ഒന്നിനും കൊല്ലത്തില്ലെന്ന് പറഞ്ഞോ, മുഖത്ത് നോക്കി ശാപിച്ചോ, നിന്റെ അയോഗ്യത കണ്ടിട്ട്, ഇല്ലായ്മ കണ്ടിട്ട്, യോഗ്യത കുറവ് കണ്ടിട്ട്, വിദ്യാഭ്യാസ കുറവ് കണ്ടിട്ട് അതിനെ മാറ്റി നിർത്തിയോ, അതിന്റെ നടുവിന് അവർ മടക്കി വിളിക്കുമാറ് ദൈവം പുതിയ സഭയ്ക്ക് വേണ്ടി ചെയ്യുവാൻ പോകുകയാണ്. ആ വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ചോണ്ട് ദൈവത്തെ സ്തുതിക്കാമോ? യേശുവിന്റെ നാമത്തിൽ ദൈവ സഭയ്ക്ക് അകത്തുന്ന ആത്മാവിന്റെ ഒരു മുഴക്കം, ആത്മാവിന്റെ ഒരു ചലനം, ആത്മാവിന്റെ ഉറവകൾ, ആഴത്തിലുള്ള ഉറവകൾ ദൈവ സഭയ്ക്ക് വേണ്ടി, ദൈവ സഭയ്ക്ക് വേണ്ടി തുറക്കാൻ പറ്റുവാൻ പോകുക. ഉപയോഗശൂന്യമായ ആൾക്കാർ പാത്രങ്ങളെ കാനാവിലെ കല്യാണ വീട്ടിൽ യേശു പോകുമ്പോൾ വീഞ്ഞു തീരുമ്പോൾ യേശുവിന്റെ കാലിൽ കണ്ണ് തീർന്ന വീഞ്ഞല്ല. ഹല്ലേലൂയ. ആ ഉപയോഗശൂന്യമായി വലിച്ചെറിയപ്പെട്ട കൽപാത്രമായിരുന്നു. യേശുവിന്റെ അമ്മ പറഞ്ഞു, വീഞ്ഞു തീർന്നാൽ അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യുകയും. അപ്പൊ യേശുവിന്റെ അമ്മയ്ക്ക് അറിയാം, യേശു അനേക അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തത് അവർ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. യേശു പറഞ്ഞു, വീഞ്ഞു തീർന്നു പോയോ? ആദ്യം ആ ഉപയോഗശൂന്യമായ കൽപാത്രങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് പച്ചവെള്ളം നിറച്ച് അകത്തു കൊണ്ടുപോകാം. ആരൊക്കെയോ വർഷങ്ങൾക്ക് മുൻപ് ദൂരെ വലിച്ചെറിയപ്പെട്ടവനാണ് നാമൊക്കെ. തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കി തീർക്കുന്ന ഒരു കർത്താവിനെയാണ് ഇന്ന് പൽക്കല നാം സ്തുതിക്കുന്നത്. കർത്താവ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തെയാണ് നാം സ്തുതിക്കുന്നത്. ചിലരൊക്കെ തിരിച്ചു വിളിക്കും. ചിലരൊക്കെ ചിലരെ തിരിച്ചു വിളിക്കും. അവന്റെ വാക്കനുസരിച്ച് വെള്ളം നിറച്ചപ്പോൾ യേശു കൈവച്ച് അതിനെ അനുഗ്രഹിക്കുമ്പോൾ അത് ആദ്യത്തേതിലും ലഹരി പിടിച്ച വീഞ്ഞാക്കി തീർത്തു. നാമൊക്കെ ആണെങ്കിൽ അവൻ ജലത്തെ കൊണ്ടുവന്നിട്ട് അത് അല്ലെങ്കിൽ ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞാൽ, അയ്യോ കർത്താവേ, അത് വീഞ്ഞ് തീർന്നു പോയി, അല്ലെങ്കിൽ ചോറ് തീർന്നു പോയി, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇങ്ങോട്ട് പലരും ഈ ഭ്രാന്തി പിടിച്ച് ഓടുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് 6 വർഷമെങ്കിലും വേണ്ടി വരും. അല്ലെങ്കിൽ അതിലെ കൈവച്ചൊന്ന് ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കാൻ, എന്നാലും അത് വീഞ്ഞാകത്തില്ല. എന്നാൽ ദൈവപുത്രനെ ക്രിസ്തുവിനെ നാം തിരിച്ചറിയണം. യേശു ആരെന്ന്, അവൻ രാജാവാണ്, കർത്താവാണ്. അതിലെ പിതാവായി ദൈവം തന്നെ ഭൂമിയിൽ അഭിഷേകം ചെയ്ത് അയച്ചത് ആർക്കും വേണ്ടാത്തവരെ പുറത്തെടുക്കുവാനാണ്. എന്നാൽ ഒരു രാജകീയ അഭിഷേകം ശമൂവേലിന്റെ തലയിൽ വീഴപ്പെടുവാനിടയായിരുന്നു. ഈ രാജകീയ അഭിഷേകം വീണ ദാവീദിനെ നമുക്ക് 2 ശമൂവേൽ 12-1 വാക്യം തൊട്ട് താഴോട്ട് നമുക്ക് കാണപ്പെടുവാനിടയായിരുന്നു. 2 ശമൂവേൽ 12:1 മുതൽ. ഹല്ലേലൂയ. ദൈവം നാഥാൻ പ്രവാചകനെ ദാവീദിന്റെ അരികിൽ വിടുവാനിടയായിരുന്നു. ദൈവം നാഥാൻ പ്രവാചകനെ ദാവീദിന്റെ അരികിൽ വിടുവാനിടയായിരുന്നു. എന്നാൽ
നാദാം പ്രവാചകൻ വന്നിട്ട് ദാവീദിനോട് പറഞ്ഞു, അല്ലയോ രാജാവേ, ഒരു പട്ടണത്തിൽ രണ്ടുപേരുണ്ടായിരുന്നു, ഒരുവൻ ധനാഢ്യൻ, മറ്റവൻ ദരിദ്രൻ. എന്നാൽ ഈ ധനാഢ്യന് അനേക ആടുകൾ ഉണ്ടായിരുന്നു, അവൻ സമ്പന്നനായിരുന്നു, ഇഷ്ടംപോലെ ആടുകൾ ഉണ്ടായിരുന്നു. ദരിദ്രന് ഒരേ ഒരാട്, ഹല്ലേലൂയ, അത് അവൻ വില കൊടുത്ത് വാങ്ങിയതായിരുന്നു. എന്നാൽ വഴിയാത്രയിൽ പോകുമ്പോൾ ഒരു വഴിപോക്കൻ ആമേൻ ഹല്ലേലൂയ ധനാഢ്യന്റെ ഭവനത്തിൽ വന്നിട്ട് അവൻ അന്ന് അവിടെ തങ്ങി. ഹല്ലേലൂയ. എന്നാൽ ഈ ധനാഢ്യൻ വിരുന്ന് കഴിക്കുവാൻ വേണ്ടി തന്റെ ഇഷ്ടം പോലെയുള്ള ആടുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കാതെ ഈ ദരിദ്രൻ വില കൊടുത്ത് വാങ്ങിയ ആ ആടിനെ ഹല്ലേലൂയ പാകം ചെയ്യുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയുമ്പോൾ ദാവീദിന് ഒന്നും മനസ്സിലായില്ല. ഹല്ലേലൂയ. എന്നാൽ ദാവീദ് പറഞ്ഞു, അവൻ ആരാണ്, അവൻ ആരാണ്, അവൻ മരണയോഗ്യനാണ്, അവന് 4 ഇരട്ടി പകരം കൊടുക്കണമെന്ന് പറഞ്ഞു. നാലാം പ്രവാചകൻ പറഞ്ഞു, അല്ലയോ രാജാവേ, നീയാണ് മരണയോഗ്യൻ, നിനക്കാണ് 4 ഇരട്ടി പകരം തരേണ്ടത്. കാരണം എന്താണ്? ഹല്ലേലൂയ. പാവപ്പെട്ട ഊരിയാവ് തനിക്ക് ദൈവം ദാനമായി കൊടുത്ത തന്റെ ഭാര്യ ബേർശേബ, ഹല്ലേലൂയ, അവൾക്ക് ഹല്ലേലൂയ ജീവനായിരുന്നു. ഹല്ലേലൂയ. അവൻ മടിയിൽ കിടക്കും, ഹല്ലേലൂയ വാരി ഭക്ഷണം കൊടുക്കും, അവൻ ഓഹരി കൊടുക്കും, അവൻ ഏറ്റവും പ്രിയമായിരുന്നു അവൾ. ഹല്ലേലൂയ. എന്നാൽ അതിനെ ഈ ദാവീദ് രാജാവ് യുദ്ധത്തിന് പോകേണ്ട സമയത്ത് യുദ്ധത്തിന് പോകാതെ മാളിക മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാവുമ്പോൾ കിളിവാതിലൂടെ നോക്കുമ്പോൾ ഒരുവൻ കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ദാവീദ് രാജാവിനെ ബോധിച്ചപ്പോൾ ബാല്യക്കാരോട് പറഞ്ഞു, കുളിച്ചുകൊണ്ട് നിൽക്കുന്ന പെൺകുട്ടിയെ കൊണ്ടുവരുവാൻ പറഞ്ഞു. ഹല്ലേലൂയ. പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് അവളെ ഭാര്യയായിട്ട് എടുക്കുവാനിടയായി. ഹല്ലേലൂയ. ഭാര്യയായിട്ട് എടുത്തിട്ട് അവൾ ഗർഭിണിയെന്ന് ഹല്ലേലൂയ മനസ്സിലായപ്പോൾ ഹല്ലേലൂയ ഇനി ഊരിയാവിനെ കൊല്ലണം. ഇത് ദേശം മൊത്തം അറിയും. രാജാവ് വിചാരിച്ചു ഇത് ആരും അറിയാതെ രഹസ്യത്തിലെ വിഷയങ്ങളെല്ലാം സോൾവ് ചെയ്യണമെന്ന് രാജാവ് വിചാരിച്ചു. ദൈവം തമ്മിലാണ് വിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ഊരിയാവിനെ അമ്മോര്യരുടെ ആ പടയിൽ മുൻനിരയിൽ നിർത്തിയിട്ട് ഹല്ലേലൂയ ഈ ഊരിയാവിനെ പാവപ്പെട്ട ഊരിയാവിനെ കൊല്ലുവാനിടയായിത്തീർന്നു. ദൈവം തമ്മിലാണ് സഹിച്ചില്ല. ഹല്ലേലൂയ. ദൈവം കോപിക്കുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. ഈ ഊരിയാവിനെ കൊല്ലുമ്പോൾ ഇവളെ ഭാര്യയായിട്ട് എടുക്കുമ്പോൾ ആ കുറ്റത്തെ നാദാൻ പ്രവാചകൻ വന്ന് ബോധിപ്പിക്കുമ്പോൾ കരഞ്ഞു. ആമേൻ. ദൈവം പറഞ്ഞു, ദാവീദേ, നിനക്ക് ഇസ്രായേൽ ഗൃഹത്തെ ഞാൻ തന്നു, യഹൂദ ഗൃഹത്തെ തന്നു, നിന്റെ യജമാനന്റെ ഭാര്യമാരെ ഞാൻ നിനക്ക് തന്നു. അതിൽ ഇനിയും ചിലതൊക്കെ കൂടി നിനക്ക് ഞാൻ തരുമായിരുന്നു. നീ എന്താണ് എന്റെ ജീവിതം എന്റെ മുന്നിൽ കാണിച്ചത്? നീ ഒരു ഇടയിച്ചെടുക്കനായി വനാന്തരത്തിൽ അപ്പനും അമ്മയും 7 ഭാര്യ ജ്യേഷ്ഠന്മാർ ഉപേക്ഷിച്ച നീ പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ കിടക്കുമ്പോൾ വന്യമൃഗങ്ങൾ വന്നു നിന്നെ കീറി കളയാമായിരുന്നു. മറ്റു മനുഷ്യർ നിന്നെ ഉപദ്രവിക്കാമായിരുന്നു. പക്ഷെ അതിന്റെ നടുവിൽ ഞാൻ നിന്നെ കൈപിടിച്ച് രാജസിംഹാസനത്തിൽ കൊണ്ടുവന്ന് നിന്നെ രാജാവായിട്ട് അഭിഷേകം ചെയ്തത് കൊണ്ടാണോ നീ ഇത് എന്റെ മുന്നിൽ കാണിച്ചത്? ഞാൻ നിന്നെ വിടത്തില്ല. നീ ഇത് രഹസ്യത്തിൽ ചെയ്തു, ഞാൻ ഇത് പരസ്യത്തിൽ ചെയ്യും. സൂര്യന്റെ വെട്ടത്ത് വെച്ച് തന്നെ ചെയ്യും. നിന്റെ കൂട്ടുകാർക്ക് നിന്റെ ഭാര്യ ഞാൻ കൊടുക്കുവാനിടയായി തീരും. നീ നിനക്ക് ജനിച്ച കുഞ്ഞിനെ ഞാൻ എടുത്തു കളയും. ഹല്ലേലൂയ. എടുത്തു കളയുമെന്ന് ദൈവം പറഞ്ഞു. ദൈവം അങ്ങനെ തന്നെ ചെയ്തു. പ്രിയ ദൈവമക്കളെ, ഇതുപോലെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവം നമുക്ക് കുടുംബ ജീവിതങ്ങളെ തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. കുടുംബ ജീവിതത്തിൽ അനേകം ഉടമ്പടികളോടുകൂടിയാണ് നാം കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടത്. ഉടമ്പടിയോടുകൂടി കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ആ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട സന്തോഷം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ആ സന്തോഷം ഇന്നും നിലനിൽക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ എവിടെയോ അബദ്ധം പറ്റിപ്പോയി, എവിടെയൊക്കെ ശത്രു നിങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ആ സന്തോഷത്തിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. ഒരു ഊരിയാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവളായിരുന്നു ബേർശേബ. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവന് നാം ഇഷ്ടപ്പെട്ടവളായിരിക്കണം. അല്ലെ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുവാൻ നമ്മുടെ പ്രിയപ്പെട്ടവന്മാർക്ക് കഴിയണം. തിരിച്ചും ഭർത്താവിന്റെ ബലഹീനതയിൽ, ഭർത്താവിന്റെ രോഗത്തിൽ, ഭർത്താവിന്റെ ഒറ്റപ്പെടലിൽ, സാമ്പത്തിക തകർച്ചകൾ വരുമ്പോൾ പരസ്പരം കുറ്റം പറയാതെ
ആരാധിക്കുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ഒരുമിച്ച് മുട്ടുമുടക്കുവാനും കഴിയുന്നെങ്കിൽ ഈ ശത്രുവിന്റെ പിടിയിൽ നിന്ന് ആമേൻ നമുക്ക് പുറത്തു വരുവാൻ കഴിയും. അല്ലെങ്കിൽ ശത്രു നമ്മെ പരാജയപ്പെടുത്തും. ഹല്ലേലൂയ. ജീവിതത്തിൽ വീഴ്ചകൾ വരാം, ജീവിതത്തിൽ പരാജയങ്ങൾ വരാം. ആമേൻ. എന്നും അതിനകത്തിട്ടിരിക്കുന്ന ദൈവത്തെ അല്ല നാം ആരാധിക്കുന്നത്. ഈ സാത്താൻ ഭൂമിയിൽ ഊടാടിക്കൊണ്ടിരിക്കുമ്പോൾ ആര് വിഴുങ്ങേണ്ടെന്ന ഭൂമിയിൽ ഊടാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാനസാന്തരപ്പെടുക. ആമേൻ. ഹല്ലേലൂയ. നീ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ല ഞാൻ വരികേ നിന്റെ നിലവിളക്ക് അതിന്റെ ഹാലിന്റെ നിലയിൽ നിന്ന് എടുത്തു മാറ്റാം. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ, നാം സ്നാനപ്പെട്ടപ്പോൾ, നാം ദൈവകൃപ പ്രാപിച്ചപ്പോൾ, ജനത്തിൽ സാക്ഷിച്ച എഴുന്നേറ്റപ്പോൾ തന്നെ നമ്മുടെ മേൽ ഉയരത്തിലുള്ള ദൈവത്തിന്റെ ഗിഫ്റ്റ് നമ്മുടെ തലമേൽ വീണു കഴിഞ്ഞു. ഹല്ലേലൂയ. ഇതുവരെ ആ രാജകീയ അഭിഷേകം നിങ്ങളിൽ വീണിട്ടുണ്ടോ? ആ രാജകീയ അഭിഷേകം നിങ്ങളുടെ അകത്തുണ്ടോ? ആ രാജകീയ അഭിഷേകം നിങ്ങളിൽ വീണുവെങ്കിൽ നിങ്ങൾ ആത്മാവിൽ വ്യക്തിയാണ്. ലോകത്തിന് നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല, ശത്രുവിനെ നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല, അവന്റെ തന്ത്രങ്ങൾ നിങ്ങൾ വീഴത്തില്ല. ഞാൻ വീണാലും എഴുന്നേൽക്കും. ആമേൻ. ഞാൻ വീഴുവാൻ തക്കവണ്ണം ശത്രുവിനെ കണ്ടേ എന്നാണ് അവൻ എന്നെ യഹോവയുടെ ചരിത്രത്തിൽ മനുഷ്യൻ ആശ്രയിക്കുന്നതിലേക്ക് ദൈവമായ ആശ്രയിക്കുന്നതിലേക്ക് ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ്. ഹല്ലേലൂയ. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോലാരാധില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോലാരാധില്ല. ദൈവം നമ്മെ വിളിച്ചു വരുത്തിരിക്കുമ്പോൾ നമുക്ക് എന്താണ് ഭൂമിയിൽ ഉണ്ടായിരുന്നത്? എന്താണ് നമുക്ക് എടുത്തു പറയുവാനുണ്ടായിരുന്നത്? എല്ലാവരും നിന്ദിച്ചും പരിഹസിച്ചും ദുഷിച്ചും, ചിലരുടെ വീടിനകത്തൊക്കെ കയറ്റാതെ, വീടിനകത്ത് ചെല്ലുമ്പോൾ അവിടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുത്തിട്ട്, നല്ല വസ്ത്രം കൊടുത്തിട്ട്, വീടിനകത്ത് പോലും ഒന്നും കയറ്റാതെ മാറ്റി നിർത്തിയതിന്റെ നടുവില് അന്ന് കരഞ്ഞ കണ്ണുനീര്, ആ വേദന, നീർച്ചുഴിയുടെ അനുഭവങ്ങൾ, നമ്മുടെ അമ്മയപ്പന്മാർ നമ്മെ വളർത്തുവാൻ അനുഭവിച്ച വേദനകൾ, വ്യഥകൾ, അവർ ഭക്ഷണം കഴിക്കാതെ ഉള്ള ഭക്ഷണത്തെ നമുക്ക് വാരി തന്നിട്ട് അവർ വെള്ളവും കുടിച്ചുകൊണ്ട് കിടന്ന രാത്രികൾ, പകലുകൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? എനിക്കത് ഓർമ്മ വരുന്നുണ്ട്. എനിക്കത് മറക്കുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ, എന്നെ ഹല്ലേലൂയ പാസ്റ്ററിനെ വിവാഹം കഴിക്കുമ്പോൾ, ഹല്ലേലൂയ ഞങ്ങൾ ഒരുപാട് വേദനകളിലൂടെ കടന്നുപോയി. മറക്കുവാൻ കഴിയാത്ത ഒരു സംഭവം, ശുശ്രൂഷയ്ക്കായിട്ട് ഒരിടത്ത് ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുമ്പോൾ ശുശ്രൂഷ ആമേൻ കഴിയുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ ദൈവം ചെയ്തു. അതുകൊണ്ട് ശുശ്രൂഷ ഞങ്ങൾ അന്ന് വിട്ടില്ല. ഹല്ലേലൂയ.
നിങ്ങൾക്ക് പ്രഭാതത്തിൽ പോകാം, ഇന്ന് രാത്രി ഇവിടെ പാർക്കുവാൻ പറഞ്ഞു. അന്ന് രാത്രി ഞങ്ങൾ അവിടെ പാർത്തു. ഞങ്ങൾ വസ്ത്രമൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ കുഞ്ഞ് ഏകദേശം 1.5 വയസ്സ് പ്രായമുണ്ട് വേവെങ്കിൽ അവർ വസ്ത്രം തരുമെന്ന്. ശരിക്കൊരു പായ പോലെ കിട്ടിയില്ല. ഡിസംബർ മാസം തണുത്തുറയുന്ന മഞ്ഞത്ത് ആ കുഞ്ഞിനെ സാരി തുമ്പിൽ കിടത്തിയിട്ട് ഞങ്ങൾക്ക് ഉറക്കം വന്നില്ല. ഞങ്ങൾ ഇരുവരുമായിട്ട് മാറി മാറി മുഖത്തോട് നോക്കി കരയപ്പെടുവാനിടയായിരുന്നു. എൻ്റെ മകൾ വിറച്ച് ആവിലെ കിടക്കുവാനിടയായിരുന്നു. അത് രാവിലെ ഞാൻ നോക്കുമ്പോൾ അവൾ ഒന്നിന് പോയി. അവൻ്റെ സാരി തുമ്പ് മുഴുവനും നിറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവർ പറഞ്ഞ് നമുക്കിത് നനച്ചിട്ട് കഴുകിയിട്ട് ഒന്ന് പിഴിഞ്ഞിട്ട് അടുത്ത ശുശ്രൂഷയ്ക്ക് പോകാം. ഹല്ലേലൂയ. അങ്ങനെ നനച്ച് അത് മുറുകി അത് തന്നെ ഉടുത്തിട്ട് അടുത്ത ശുശ്രൂഷയ്ക്കായിട്ട് കടന്നുപോയി. ഇന്ന് ദൈവം ഉയർത്തിയ അനുഭവങ്ങൾ. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ നോക്കണേ, ഞാൻ മാറി മാറി വസ്ത്രം ധരിക്കുന്നു. ഞാൻ ഓരോ വസ്ത്രവും ധരിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഓരോ ചരിത്രമുണ്ട്. ഞാൻ ആ വസ്ത്രം വാങ്ങി കരങ്ങളിലെടുത്ത് ഹല്ലേലൂയ കരഞ്ഞിട്ടല്ലാതെ എനിക്ക് ഉടുക്കുവാൻ കഴിയത്തില്ല. ഞങ്ങളിപ്പോൾ ഇന്ന് ധരിച്ചിരിക്കുന്ന ഈ ഡ്രസ്സ് ആമേൻ ദൈവം ചെയ്ത ഒരു അത്ഭുതം, ഒരു കുടുംബത്തിന് ചെയ്ത ഒരു അത്ഭുതം. ഞങ്ങൾ പോലും അറിയാതെ ഹല്ലേലൂയ അവർ ഈ ഡ്രസ്സ് അയച്ച് ഞങ്ങളുടെ കരങ്ങളിൽ ഹല്ലേലൂയ എത്തുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇന്ന വ്യക്തി ഞങ്ങൾക്ക് ഡ്രസ്സ് അയച്ചിട്ടുണ്ടെന്ന്. അവൻ ആർക്ക് കിടക്കാനല്ല, യേശു ആർക്ക് കിടക്കാനല്ല. പ്രാർത്ഥിക്കുന്ന ദൈവത്തിനെ നിങ്ങൾക്ക് എന്താണ് ആവശ്യം? മുട്ടുമടക്കിയാട്ടെ. ആരോടും ചോദിക്കണ്ട. ആരോടെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ നിന്ദിക്കപ്പെടും. ആരെങ്കിലും എന്തെങ്കിലും ഈ ഭൂമിയിൽ വച്ച് വിലപിടിപ്പുള്ളത് നമുക്ക് തന്നാൽ അതിന് എണ്ണി കണക്ക് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ അടുത്ത തലത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ മാറ്റുമ്പോൾ അവർ പറയും ഞാൻ നിമിത്തമാണ് അനുഗ്രഹിക്കപ്പെട്ടതെന്ന്. അത് വരാതിരിക്കണമെങ്കിൽ ഹല്ലേലൂയ നാം മുട്ടുകുത്തണം, നാം പ്രാർത്ഥിക്കണം. എനിക്ക് ഓർമ്മ വരുന്നു, ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് ഹല്ലേലൂയ 5 പൈസ ഇല്ലാത്തത് കൊണ്ട് മണിക്കൂറുകൾ നടന്നിട്ട് അത് കഴിയുമ്പോൾ 1 രൂപ ഹല്ലേലൂയ 20 പൈസയ്ക്ക് വണ്ടിയിൽ കയറിയ അനുഭവങ്ങൾ. ഹല്ലേലൂയ ഞങ്ങൾ സൈക്കിളിൽ 3 പേരും അർദ്ധരാത്രി യാത്ര ചെയ്ത അനുഭവങ്ങൾ എനിക്ക് ആമേൻ ഓർമ്മ വരുന്നുണ്ടോ? ഹല്ലേലൂയ രാത്രി മുഴുവനും നടന്ന പ്രഭാതം കണ്ട അനുഭവങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നു. ഈ കർത്താവിന്റെ ഈ സത്യവേദ പുസ്തകം ഈ നിയമപ്പെട്ടകം ചുമക്കുവാൻ ഹല്ലേലൂയ അത് യോഗ്യത ഉള്ളവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. കഷ്ടം സഹിക്കുവാൻ നമുക്ക് ഹല്ലേലൂയ കഴിയുന്നു എങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മെ തിരഞ്ഞെടുക്കാൻ കഴിയത്തുള്ളൂ. പിന്മാറിപ്പോയാൽ കർത്താവിനെ നമ്മെ ഉപയോഗിക്കാൻ കഴിയത്തില്ല. ഒരു ഹല്ലേലൂയ എനിക്ക് ഓർമ്മ വരുന്നു, അദ്ദേഹം ഒരു കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടി ഹല്ലേലൂയ കോളേജിൽ എല്ലാ കുഞ്ഞുങ്ങളെയും വിളിച്ചു വരുത്തി. എന്നാൽ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, ഞാനും അതിനകത്തുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഹല്ലേലൂയ കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടി ഒരു സ്കൂളിൽ പോകുമ്പോൾ ഒരു ടീച്ചറിനെ കണ്ടു, അവരോട് പരിചയപ്പെട്ടു, അവരോട് സംസാരിച്ചു. ഹല്ലേലൂയ ടീച്ചറോട് ചോദിച്ചു സുഖമായിരിക്കുന്നു. കുഞ്ഞുങ്ങൾ എത്ര? 3 കുഞ്ഞുങ്ങൾ. ഹല്ലേലൂയ അവരൊക്കെ എന്ത് ചെയ്യുന്നു? സാർ ഒരു കാര്യം ചെയ്യും, സാറിന് സമയമുണ്ടെങ്കിൽ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വരിക, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അവർ സന്തോഷത്തോടെ പോയി. സാറിന് സമയം കിട്ടി ഒരു ദിവസം സാർ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ ഇന്ന് എനിക്ക് സമയമുണ്ട്, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരട്ടെ? അതേ വരിക. ഹല്ലേലൂയ ടീച്ചർ വെയിറ്റ് ചെയ്യുന്നു. ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ ഒന്നും കാണുന്നില്ലല്ലോ. അവൻ ടീച്ചർ ചായ കൊണ്ടുവച്ചു, അദ്ദേഹം ചായ കുടിച്ചു. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ 3 കുഞ്ഞുങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഹല്ലേലൂയ ടീച്ചർ പറഞ്ഞു വരിക, എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ കാണിച്ചു തരാം. പ്രിയമുള്ളവരെ ഹല്ലേലൂയ ഒരു റൂം തുറന്നപ്പോൾ ഭ്രാന്തനായ ഒരു മകനെ കെട്ടിയിട്ടിരിക്കുക ആ റൂമിനകത്ത്. 2ാമത്തെ റൂം തുറന്നപ്പോൾ മാനസിക രോഗി. ഹല്ലേലൂയ 3ാമത്തെ റൂം തുറക്കുമ്പോൾ കേൾവിയില്ല, കാഴ്ചയില്ല, അന്ധനാണ്, സ്വാധീനമില്ലാത്ത 3 കുഞ്ഞുങ്ങളെ. ഈ 3 കുഞ്ഞുങ്ങളെ 3 റൂമിൽ അടച്ച് ഭക്ഷണം മാറി കൊടുത്തിട്ടാണ് ഈ അമ്മ ഹല്ലേലൂയ സ്കൂളിൽ കടന്നു പോകുന്നത്. അപ്പൻ ഉപേക്ഷിച്ചിട്ട് പോയി. ഒരു കുഞ്ഞു പോലെ നിന്റെ ഉദരത്തിൽ നല്ലതായി പിറക്കാത്ത ഞാൻ നിന്നോട് എന്തിനു ജീവിക്കണം? ടീച്ചർ പറഞ്ഞു എനിക്ക് ഭാരമൊന്നും തോന്നുന്നില്ല. ഇത് ഈ ഭൂമിയിൽ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. എന്താണെന്ന് അറിയാമോ? എൻ്റെ ഉദരത്തിനകത്ത് ഇങ്ങനെയുള്ള 3 കുഞ്ഞുങ്ങളെ ദൈവം തന്നാൽ ഞാൻ ദൈവത്തെ നിന്ദിക്കില്ലെന്ന് ദൈവം കണ്ടിട്ടാണ് എനിക്ക് ഈ കുഞ്ഞുങ്ങളെ തന്നത്. മറ്റാർക്കെങ്കിലും ആണ് ഈ കുഞ്ഞുങ്ങളെ കൊടുത്തെങ്കിൽ അവർ പിന്മാറും, ദൈവത്തെ ദൂഷിക്കും, ദൈവത്തെ തള്ളിക്കളയും. അവർ എന്നേക്കുമായിട്ട് ദൈവത്തിന്റെ നാമം അവരുടെ വായിലൂടെ ദൂഷിക്കപ്പെടുവാനിടയായിത്തീരും. എനിക്കിതൊരു ഭാരമായി തീർന്നു നമ്മെ തോന്നുന്നില്ല. ഇതെന്റെ ജീവിതത്തിൽ ഒരു വലിയൊരു ഭാഗ്യ പദവിയായി കരുതുന്നു.
ഒരു സ്ത്രീ ഒരു വിലയേറിയ വെങ്കൽ ഭരണിയുമായിട്ട് കടന്നു വന്നു. യേശുവിന്റെ കാൽക്കൽ ആ ഭരണി വെച്ചു. അത് വിലപിടിപ്പുള്ള സുഗന്ധ തൈലമായിരുന്നു. താൻ യേശുവിന്റെ പാദത്തിലിരുന്നു. ഇരുന്നിട്ട് അവൾ ഒരുപാട് കരയുവാനിടയായി. കരഞ്ഞിട്ട് തന്റെ തലമുടി കൊണ്ട് യേശുവിന്റെ പാദത്തെ തുടച്ചു. അവൾ ആ വെങ്കൽ ഭരണി പൊട്ടിച്ചു. ആമേൻ. 300 വെള്ളിക്കാശിലധികം വിലപിടിപ്പുള്ള ആ സുഗന്ധ തൈലത്തെ യേശുവിന്റെ കാൽക്കൽ ഒഴിക്കുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. പരീക്ഷൻ കുഷ്ഠരോഗിയായ ശിമോൻ ഹല്ലേലൂയ എങ്ങനെ ചിന്തിച്ചു, ഇവൾ എന്തിനെ 300 രൂപയിലധികം വിലപിടിപ്പുള്ള വെള്ളിക്കാശിന് വിലപിടിപ്പുള്ള ഈ സുഗന്ധ തൈലം യേശുവിന്റെ കാൽക്കൽ ഒഴിക്കുന്നത്? ഇവൾക്ക് വേറെ ജോലിയില്ലേ? ഹല്ലേലൂയ. ഉൾപോക്കുകളെ ദൈവം അവനോട് പറഞ്ഞു, ഹല്ലേലൂയ, നീ എന്തിനിങ്ങനെ ചിന്തിക്കുന്നു? എന്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് മുൻപ് അവൾ ആദ്യമേ ചെയ്തു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മാൻകുടം ഉടയണം. ഹല്ലേലൂയ. അവൾ ആ കുടത്തിൽ കൊണ്ടുവന്ന ഡപ്പിൽ കൊണ്ടുവന്ന അല്ലെങ്കിൽ ആ കലത്തിൽ കൊണ്ടുവന്ന സുഗന്ധ തൈലം അവൾ ഇത്ര വിലപിടിപ്പുള്ളതെന്ന് അവൾ നോക്കിയില്ല. അവൾ യേശുവിന്റെ കാൽക്കൽ വീഴ്ത്തുവാനിടയായി തീർന്നു. ഈ ശരീരമെന്ന കൂട് പൊട്ടുവാൻ മനസ്സ് വെച്ചാലേ അകത്ത് ഒരു നിക്ഷേപമുണ്ട്, അകത്തൊരു സുഗന്ധ തൈലമുണ്ട്. അതിനെ പുറത്തെടുക്കുവാൻ കഴിയത്തുള്ളൂ. ആ സുഗന്ധ തൈലം പുറത്തു വന്നാൽ മാത്രമേ മാനവരാശി കാണത്തുള്ളൂ. അത് ഇരുട്ടിൽ കിടക്കുന്ന ജനത്തിന് വെളിച്ചം കൊടുക്കുവാൻ കഴിയത്തുള്ളൂ. അനേകർ ഇരുട്ടിൽ കിടക്കുക, അനേകർ പാപത്തിൽ കിടക്കുക, അനേകർ മ്ലേച്ഛതയിൽ കിടക്കുക. ഈ പുതിയ നിയമസഭയോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ദൗത്യം എന്താണ്? നിങ്ങൾ രക്ഷിക്കപ്പെട്ടല്ലോ, നിങ്ങൾ ഹല്ലേലൂയ സ്നാനപ്പെട്ടല്ലോ, നിങ്ങൾ ദൈവകൃപ പ്രാപിച്ചവരാണല്ലോ. മണിക്കൂറുകൾ പ്രാർത്ഥിച്ചവരെ, മണിക്കൂറുകൾ ഓടിവരെ ഈ പ്രാർത്ഥനാ ചിന്തം എവിടെയായിരിക്കുന്നു? ഹല്ലേലൂയ. മുട്ടുകുത്തുന്നവരാണോ? പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന്റെ ലോകത്തിൽ ഓടുന്നവരാണോ? പരസ്പരം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണോ? അതോ ഏതൊരു വിഷയം വന്നാലും
ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. 26,000 രൂപയ്ക്ക് ഒരു ചെറിയ ഹല്ലേലൂയ ഭവനം എൻ്റെ പപ്പ എനിക്ക് തന്ന 5 സെന്റ് ഭൂമിയാണ്. അതിൽ വയ്ക്കപ്പെടുവാൻ വേണ്ടിയായി തീർന്നു. അത് വാർത്തിടുമ്പോൾ ഞങ്ങളുടെ വീട്ടിന്റെ, ഞാൻ പറഞ്ഞല്ലോ, വീടിന് സമീപ ഭാഗത്തുള്ള അതിനകത്ത് പേര് കേട്ട ഒരു മന്ത്രവാദിയാണ്. ഇപ്പോഴത്തെ ഹല്ലേലൂയ അതിനേക്കാൾ ഹല്ലേലൂയ എപ്പോഴും വാളെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ സ്വസ്ഥത തരത്തില്ല, സമാധാന തരത്തില്ല, കഴിക്കുന്ന ആഹാരം സ്വസ്ഥതയോടെ കഴിക്കുവാനും പറ്റത്തില്ല. എന്നാൽ ഈ ഭവനം വാർക്കുന്നത് കണ്ടു. പിറ്റേ ദിവസം രാവിലെ ഞാൻ 6 മണിക്ക് അതിൽ കിണർ കുറച്ച് ദൂരെയാണ്, പല്ല് തേക്കപ്പെടുവാൻ വേണ്ടി ഇത്ര ഡിസ്റ്റൻസേ ഉള്ളൂ. ഞാൻ പല്ല് തേക്കാൻ വേണ്ടി കിണറ്റിന്റെ അരികിലേക്ക് പോകുമ്പോൾ ഞാനിങ്ങനെ കുഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അയൽവക്കത്തുള്ള ആ സ്ത്രീ ഓടി വന്നു എന്റെ കാലിൽ കാരി പിടിച്ച് തുപ്പുവാനിടയായി തോന്നുന്നു. നല്ലവണ്ണം 2-3 പ്രാവശ്യം തുപ്പി. ഞാൻ എൻ്റെ പപ്പയോടും അമ്മയോടും ആരോട് പറഞ്ഞില്ല. പറഞ്ഞാൽ 5 മക്കളിൽ ഏറ്റവും കാലിലെ ലാസ്റ്റ് മകളാണ് ഞാൻ. അവർ വളരെ എന്നെ ഓമനിച്ച് വളർത്തിയവരാണ്. ഒന്നിനും എനിക്ക് കുറവ് വരുത്തുവാൻ അവർ അനുവദിച്ചില്ല. ഹല്ലേലൂയ. എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ. എന്നാൽ ഇന്ന് എനിക്ക് ഒരു കുറവും ദൈവം വച്ചിട്ടില്ല. ഹല്ലേലൂയ. എല്ലാം ദൈവം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ ദൈവമേ എന്ന് മാത്രമേ വിളിച്ചുള്ളൂ. ഇങ്ങനെ ക്രൂരമായ ആക്രമണങ്ങൾ ഉണ്ടായി. ഇന്ന് നിങ്ങളിൽ ആരെങ്കിലും ഞങ്ങളുടെ കൂടെ വന്നാട്ടെ, ഭവനത്തിന്റെ സ്ഥിതി 2-3 ഷീറ്റ് മാത്രം എടുത്ത് പൂർത്തിയായി വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞു ഭവനം. ആ സ്ത്രീ അവിടെ കാണുവാനില്ല. മന്ത്രവാദം ചെയ്തു കൊടുക്കുന്ന വിലപിടിപ്പുള്ള മന്ത്രങ്ങൾ ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് ആൾക്കാരെ കൊള്ളുന്ന മന്ത്രവാദിയെ സ്പോട്ടിൽ ദൈവം എടുത്തു മാറ്റുവാനിടയായി തീർന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കാതിരുന്നില്ല. അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവം ഹല്ലേലൂയ ജീവനെ തന്നില്ല. ആ സ്ത്രീയെ ഇന്ന് കാണുവാനില്ല. സ്പോട്ടിൽ ദൈവം എടുത്തു. അവിടെ 2 സഹോദരന്മാരെ സ്പോട്ടിൽ എടുത്തു. ആ മുറി വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ ഒന്നും എന്നില്ല. ഹല്ലേലൂയ. അവർ ഞങ്ങൾക്ക് വേണ്ടി അരികിൽ ഒരു ആൾക്കാർ കെട്ടിവെച്ചു. പാലും പഴവും ഒക്കെ അവർ ദിവസവും കൊണ്ടുവന്ന് കൊടുക്കും. അതിനെ അവർ തന്നെ ഇടിച്ചു പൊളിക്കുവാനിടയായിരുന്നു. നമ്മുടെ അവിശ്വാസമാണ് പല പ്രശ്നത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരുവാൻ കഴിയാത്തത്. അവിശ്വസിച്ചാൽ ഈ ശത്രു നമ്മെ തകർത്തുകളെ. വിശ്വസിച്ചാൽ ഈ ശത്രുവിനെ വെല്ലുവാനുള്ള ആത്മാവിന്റെ വാളാണ് വചനമെന്ന വാള്. ആ വചനമെന്ന വാൾ ഒരു ദൈവഭക്തരുടെ കരത്തിൽ തന്നിരിക്കുമ്പോൾ എന്തിനു ഭയപ്പെടണം? ചില സമയങ്ങളിൽ രോഗം വരും, ഭാരം വരും, ദാരിദ്ര്യം വരും, കടബാധ്യതകൾ വരും, എല്ലാവരും തള്ളിക്കളയുന്ന അനുഭവങ്ങൾ വരും. പക്ഷേ അടുത്തൊരു തലം ദൈവം ഒരുക്കി വെച്ചിട്ടാണ് മുന്നമേ ഈ ഒരു അനുഭവത്തിലൂടെ നമ്മെ കടത്തിവിടുന്നത്. കാട്ടിൽ കിടന്ന ദാവീദിന്റെ അനുഭവം, ഒരു രാജകീയ അഭിഷേകം ആർക്കും കൊടുക്കാതെ 7 ജ്യേഷ്ഠന്മാർ ഉന്നത പദവിയിൽ ഇരിക്കുമ്പോൾ, അപ്പൻ ഉന്നത പദവിയിൽ ഇരിക്കുമ്പോൾ ഈശായി 8ാമത്തെ പുത്രനായി കാട്ടിൽ വലിച്ചെറിഞ്ഞു. ഈശായി വിചാരിച്ചില്ല ഇങ്ങനെ ഒരു രാജകീയ അഭിഷേകം വരുമെന്ന്. എന്നാൽ 2 ശമൂവേൽ 12 പഠിക്കുമ്പോൾ ഈ രാജകീയ അഭിഷേകം തലമേൽ വീണത് ഹല്ലേലൂയ ഈ ദാവീദ് മറന്നുപോയി. വേറൊരു പെൺകുട്ടിക്ക് വേണ്ടി അവിടെ നേടിയ അഭിഷേകത്തെ തകർത്തു കളയപ്പെടുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. എന്നാൽ വീണാൽ പിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവം. നാം വീട് കിടക്കുന്നവരായിട്ടല്ല. നാം വീട് പോലെ നമ്മുടെ ജീവിതത്തിലെ പാപം വന്നാൽ നാം ബന്ധിക്കപ്പെടും. നാം വീട്ടിലാകും. നമുക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയത്തില്ല. നമുക്ക് നാം തന്നെ ഭാരമായി തീരും. ഹല്ലേലൂയ. അടുത്ത തലത്തിൽ കയറാൻ കഴിയത്തില്ല. നമ്മുടെ വീടുകളുടെ കാര്യം മുന്നോട്ട് നോക്കാൻ കഴിയത്തില്ല. കുഞ്ഞുങ്ങളെ നോക്കാൻ കഴിയത്തില്ല. മാതാപിതാക്കളുടെ മുഖം നോക്കാൻ കഴിയത്തില്ല. കർത്താവുണ്ടല്ലോ, രക്ഷിക്കപ്പെട്ടപ്പോ ഒരു തേജസ് നമ്മുടെ അകത്തും പുറത്തും വെച്ചിട്ടുണ്ട്. ആ തേജസ് മാറും. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ. ആ തേജസ്സിനെ മക്കളെ തിരിച്ചു പിടിക്കണം. നീ വീണാലും എഴുന്നേൽക്കൊന്ന് പറ. സാത്താനേ, നിന്റെ തന്ത്രങ്ങളിൽ ഞാൻ വീണ് പോകത്തില്ല. കുടുംബത്തിന്റെ അസമാധാനത്തിന് കാരണം നീ എത്ര പ്രാർത്ഥിച്ചാലും വീട്ടിൽ ചെന്ന് കയറുമ്പോ നിനക്ക് സ്വസ്ഥതയില്ല. നിന്നെ ഓടിക്കപ്പെടുവാൻ കാരണമായ ശത്രുവിനെ ഹല്ലേലൂയ സഹോദര നീ ഓടിക്കണം. നീ അധികാരത്തോടെ ഓടിക്കണം. കർത്താവിന് വേണ്ടി ഓടിക്കൊണ്ടിരുന്ന ദൈവമേ, നിന്റെ അകത്തൊരു ശുശ്രൂഷ വെച്ചിരിക്കുന്നത് കണ്ടിട്ട് അവൻ നിന്നെ തോൽപ്പിക്കുന്നത്, അവൻ നിന്നെ ഹല്ലേലൂയ ബന്ധിക്കുന്നത്, നിന്നെ രോഗിയാക്കുന്നത്
യോഹന്നാൻ പ്രവാചകൻ വന്ന് പറഞ്ഞു, നിനക്ക് വീണ്ടെടുപ്പുണ്ട്, നീ മരിക്കുകയില്ല. പക്ഷേ ഹല്ലേലൂയ, നിനക്ക് അനർത്ഥമുണ്ട്. വാളിന്റെ കുടുംബത്തിലുണ്ട്, ശാപം നിന്റെ കുടുംബത്തിലുണ്ട്, നീ മരിക്കില്ല. ദൈവം നിന്നെ മരണത്തിന് ഏൽപ്പിക്കുകയില്ല. പ്രിയമുള്ളവരെ, 51 സങ്കീർത്തനം 10 വാക്യം അതാണ് നാം ചിന്തിച്ചത്. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം സൃഷ്ടിച്ചു, സ്ഥിരമായ ഒരു ആത്മാവിനെ പുതുക്കണമേ, നിന്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. ഹല്ലേലൂയ. 1 വാക്യം ഹല്ലേലൂയ ഒന്ന് വായിച്ചാട്ടെ. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ, നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം മതി എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. ദാവീദ് ഒരുപാട് നിലവിളിക്കുവാനിടയായി, കരയുവാനിടയായി. ദാവീദിന് ഭയം തോന്നി. ആമേൻ. ദാവീദിന്റെ അകത്ത് വെച്ച രക്ഷയുടെ സന്തോഷം ദൈവം എടുത്തു കളയുമോ? ഹല്ലേലൂയ. ആമേൻ. കല്ല് ഹൃദയം മാറണം. ആമേൻ. മലിന ഹൃദയം മാറണം. മാംസമായ ഒരു ഹൃദയം കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. ദാവീദ് നിലവിളിച്ചതുപോലെ പാപങ്ങൾ വരാം, മനുഷ്യ ജീവിതത്തിൽ വീഴ്ചകൾ വരാം, അല്ലെങ്കിൽ കുറവുകൾ വരാം, കുറ്റങ്ങൾ വരാം. അവിടെ പരസ്പരം കുറ്റം പറയാതെ ബലഹീനതയിൽ കരം കോർക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദാവീദിന്റെ സന്തതിയായി രാഹാബിന്റെ കുലത്തിൽ മറിയയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിൽ പിതാവായ ദൈവം തന്റെ പുത്രനെ ജനിപ്പിച്ചത് നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ടാണ്. അവൻ ഒരുപാട് കഷ്ടതയിലൂടെ കടന്നുപോയി. സദൂക്യരും പരീക്ഷരും ന്യായശാസ്ത്രിമാരും അധിപതികളും പ്രമാണികളും മാറി മാറി ഒരാൾക്ക് മുന്നോട്ട് സ്റ്റെപ്പ് വരുവാൻ അനുവദിക്കാതെ എപ്പോഴും കുറ്റവും ഗുണവും കണ്ടുപിടിച്ച് ആളെ ശിക്ഷിക്കുവാൻ ഓരോ നിമിഷവും ശ്രമിക്കുമ്പോൾ അവൻ അത്ഭുതം കണ്ടവർ, വീര്യപ്രവൃത്തി കണ്ടവർ, കൂടെ നടന്നവർ, അപ്പം കഴിച്ചവർ, സാക്ഷികളെ നോക്കി നമ്മുടെ യേശുവിനെ കുറ്റം വിധിച്ചപ്പോൾ പിതാവായ ദൈവത്തിന്റെ മുഖത്ത് നോക്കി എന്ത് തന്നാലും അത് ഏറ്റെടുക്കുവാൻ അവൻ എപ്പോഴും ഒരുക്കമായിരുന്നു. യേശു മലമുകളിൽ പ്രാർത്ഥിക്കുവാൻ കടന്നുപോകുമ്പോൾ പത്രോസ്, യാക്കോബ്, യോഹന്നാനും അവർ ഉറങ്ങി. എന്തുകൊണ്ട്? ആമേൻ. പാരമ്പര്യത്തിന്റെ ഒരു ശുശ്രൂഷ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആത്മമണ്ഡലത്തിൽ ഒരുവനുണ്ട്, അവരുമായി യുദ്ധം ചെയ്യുവാൻ. അവൻ യേശു മലമുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ അവർക്കത് മനസ്സിലായില്ല. യേശു തേജസ്സുള്ളവനായി പുറത്തു വന്നു. നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം എപ്പോഴും തേജസ്സുള്ളവരായിരിക്കണം. അവൻ പുറത്തു നിന്ന് വരുന്ന ആക്രമണങ്ങളെ തടയണമെങ്കിൽ അവരെ തേജസ്സോടെ നാം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. മണിക്കൂറുകളുള്ള പ്രാർത്ഥനയെ തിരിച്ചു പിടിക്കണം. ഹല്ലേലൂയ. മനുഷ്യർ നമ്മെ പലതും പറയും. നമുക്കൊരു രാജ്യഘട്ടം ഒരുക്കിയിരിക്കുക. ആ രാജ്യത്ത് നമുക്ക് എത്തിച്ചേരണം. ഹല്ലേലൂയ. അവൻ ഈ ഭൂമിയിലുള്ളതെല്ലാം മൂലപദാർത്ഥങ്ങൾ കത്തിയെരിയുന്ന നാളുകൾ വരുന്നു. നമ്മുടെ ആശയം ഈ ഭൂമിയിലുള്ളതിൽ മാത്രമായിരിക്കില്ല. ഈ ഭൂമിയിലുള്ളത് നമുക്ക് വേണം. അത് നമ്മുടെ ആയുഷ്കാലം ജീവിക്കാം. എന്നാൽ ഈ ഹാലിലെ പ്രാണനപ്പുറമായി ഒരു ജീവിതമുണ്ട്. ആ ജീവിതമാണ് നാം ഹാലിലെ നമ്മെ കർത്താവോട് അടുപ്പിക്കുന്നത്. അതിനുവേണ്ടി ഇതിനകത്തിരിക്കുന്ന എല്ലാവരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുക്കട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേൽക്കാം. ഒരു പാട്ട് പാടി കർത്താവിനെ സ്തുതിക്കാം. ാട്ടെ കേൾക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിന്റെ സ്ഥാനത്തിൽ കർത്താവെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കാം. എന്റെ കുടുംബത്തെ നഷ്ടപ്പെട്ട പട്ടികകൾ, പരാജയത്തിന്റെ പട്ടികകൾ സകലവരും മാറ്റി നിർത്തുന്നതിന്റെ നടുവിൽ ദേശം കൈയൊഴിയുമ്പോൾ, അങ്ങനെ പട്ടണങ്ങൾ കൈയൊഴിയുമ്പോൾ കൂടെ പിറപ്പുകൾ കൂടെ പിറപ്പല്ലാത്ത രീതിയിൽ ഇടപെടുമ്പോൾ താങ്കൾ കഴിയത്തില്ല. അതിന്റെ നടുവിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതൽ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നിന്ദിക്കപ്പെട്ട മണ്ണിൽ മാനിച്ചുയർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രിയ ദൈവ പൈതലേ, ആ മണ്ണിനകത്ത് ജീവൻ പകരുവാൻ, ആ മണ്ണിനകത്ത് നിന്നെ ഉയർപ്പിക്കുവാൻ, അത് ദേശത്തെ കാണിപ്പിക്കുവാൻ, അത് ദേശം മടങ്ങി വരുവാൻ, അത് ദേശം ഒട്ടുകെത്തുവാൻ. നീ ആരാധിക്കുന്ന ദൈവം വലിയവർ. നീ ആഗ്രഹിക്കുന്ന വിഷയമെല്ലാം നടക്കുന്നു എന്ന് പറഞ്ഞ് നിന്നെ ഇന്ന് പീഡിപ്പിക്കുന്നവർ മടങ്ങി വരുമാറ് ആ ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ വെളിപ്പെടുക. സന്ദേശത്തിനായി നന്ദി. തന്ന സന്ദേശത്തെ നിങ്ങൾക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഒരിക്കൽ കൃപയ്ക്കാൻ നന്ദി. തുറന്ന് അവിടുത്തെ സാന്നിധ്യം കൃപയെ കൂടിയിരിക്കാൻ ചെയ്യും. അങ്ങനെ ചെയ്യാൻ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. God bless you.